ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയും. കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇല്ലെങ്കിലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇക്ക വയനാട്ടിലേക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നൊരു ദിവസത്തെ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അന്ന് തറവാട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചെയ്ത കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ഒരു പുഡിംഗ് റെസിപ്പിയൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. വന്നേക്കൊക്കെ 7 മണിക്കാണ് പോകാണ്ടായിരുന്നത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പുട്ടുപൊടി ഉണ്ടെങ്കിൽ പുട്ടാണല്ലോ. അപ്പോൾ പുട്ടുപൊടി ഒന്ന് വെള്ളം നനച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് പുട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 കുറ്റി പുട്ടിലാണ് ഞാൻ ഒന്ന് വെന്ത് വരുന്ന സമയം ആകുമ്പോഴേക്ക് അടുത്തതിലും നിറച്ച് വെക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് പുട്ട് ചുട്ടെടുക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ പുട്ട് ചുട്ടെടുക്കുകയാണ്. ഞാൻ കിച്ചണിൽ എന്ത് പണിയെടുക്കാമെന്നുണ്ടെങ്കിലും അപ്പം ചെറിയ മോൾ അടുത്തുണ്ടാവും കേട്ടോ. അവൾ ഹെൽപ്പിനായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ അവളുണ്ടാവും കൂടെ. അപ്പോൾ അതാ ഞാൻ പൊടിയൊക്കെ ഇതിലേക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ കുറ്റി ആവി കയറ്റാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ എന്നെപ്പോലെ ഭർത്താക്കന്മാർ വീട്ടിലില്ലാതിരിക്കുന്ന സമയത്ത് കുക്കിംഗ് ചെയ്യാനൊക്കെ മടിയുള്ളവർ നിങ്ങളിൽ ആരെയുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ഇന്ന് ഉച്ചക്കേക്ക് ഒന്നും ഉണ്ടാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്ക ഇല്ലല്ലോ. ഇക്ക ഉണ്ടെങ്കിൽ പിന്നെ ചോറും എനിക്കും മക്കൾക്കും കഴിക്കാനുള്ള ചോറും തലേന്നത്തെ കൂട്ടാനും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലിരിക്കും. പിന്നെ മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുപോലെ മടിച്ചുകൾ ആരെയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഏതായാലും ഇക്ക ഇല്ലാത്ത സമയത്ത് അങ്ങനെ ഒരുപാട് വീണ്ടും ഉണ്ടാക്കിയെടുക്കാറ്. പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കേക്ക് നോക്കാനില്ല. ഞാനിപ്പോൾ ഈ പുട്ട് കുത്തിയിട്ടിട്ടുള്ള ഈ ഒരു ചെറിയ കുഞ്ഞു കാസ്ട്രോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. അപ്പോൾ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ തബസ്സും കിച്ചൺ, നിങ്ങൾ അറിയുന്നവരുണ്ടാവും തബസ്സും കിച്ചണ്. അപ്പോൾ തബസ്സും കിച്ചണിലെ തെസ്റ്റിത്ത ഞങ്ങൾ മലപ്പുറം മീറ്റപ്പ് ഉണ്ടായിരുന്നു ഇവിടെ അടുത്തൊരു ദിവസം. അപ്പോൾ തെസ്റ്റിത്ത വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ തെസ്റ്റിത്ത ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇതുപോലത്തെ ഒരു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള കാസ്ട്രോൾ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല യൂസ്ഫുൾ ആണ്. ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള കാസ്ട്രോളാണ്. അപ്പോൾ ഇതിന് തെസ്റ്റിത്താക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് തന്നതിന്. ഞാൻ മുന്നേ ഒരു ബ്രൗണിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ തിന്നതിൽ വെച്ചിൽ ഏറ്റവും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് തെസ്റ്റിത്താൻ്റെ ബ്രൗണിയാണ്. അപ്പോൾ തെസ്റ്റിത്ത അത് അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ച് എൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഞാനും അത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ആദ്യം ഇക്ക ചായ കുടിച്ച് ഇക്ക പോയിട്ട് പിന്നെ ഞാനും മക്കളൊക്കെ കുടിച്ച് അതിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. പിന്നെ ഞാനിന്ന് കിച്ചണിലേക്ക് കിച്ചണിലേക്ക് വരുന്നില്ല എന്നല്ല, വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം മുറ്റൊക്കെ ഒന്ന് അടിച്ചു കയറിയിട്ട് മുറ്റത്ത് നമുക്ക് തേങ്ങ വെട്ടിയതുണ്ടായിരുന്നു, വെളിച്ചെണ്ണ ആട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ അതൊന്ന് ആദ്യം ഒന്ന് ഇവിടെ ചിക്കാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. ഓരോ സ്ഥലത്തേക്ക് ഓരോ ഭാഷയല്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചിക്കാന്നാണ് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ഷീറ്റ് ഇരിച്ചിട്ട് അതിലേക്ക് അതൊക്കെ ഒന്ന് വെട്ടിയ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ പൊളിക്കലും വെട്ടലും ഇവിടെയുള്ള ഒരു കാക്ക വന്നിട്ടാണ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങ ചിക്കി അത് പൂണ്ടെടുക്കുക അങ്ങനത്തെ പണികളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചിക്കിയെടുക്കാണ് സഹായത്തിന് രണ്ടാളും ഉണ്ട് കേട്ടോ. മക്കൾ 2 പേരും ഉണ്ട് സഹായത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചിക്കിയെടുക്കുകയാണ്. വെയിൽ വരുന്നതിന് മുമ്പേ തന്നെ ചിക്കിയെടുക്കുകയാണ്. ഇക്ക ഇന്ന് വയനാട്ടിൽ സ്റ്റേ ചെയ്യുകയാണ്. അപ്പോൾ വൈകുന്നേരം ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് അങ്ങനെ വീട്ടിൽ നിന്നിട്ടില്ല. അപ്പോൾ വൈകുന്നേരം തറവാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കണം. 2 പുഡിംഗ് ഓർഡറും അതുപോലെ തന്നെ വേറൊരു കേക്കിനുള്ള ഫോണ്ടൻ്റൊക്കെ റെഡിയാക്കി എടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ടൈം കിട്ടുമെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള പരിപാടിയൊക്കെ എടുക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ ഇളനീർ പുഡിംഗ് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 ഇളനീരാണ് കിട്ടിയത്. അപ്പോൾ അത് ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. മൂന്ന് ഇളനീരുടെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുഡിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഇളനീർ പുഡിങ് ഞാൻ ക്രിസ്റ്റൽ ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ 2 കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ പുഡിങ്ങൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇത് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന ഇളനീർ പുഡിങ് ആട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ചെറിയ രീതിയിൽ ഇതിൽ പറഞ്ഞു തരാം.
അപ്പോൾ ഓരോന്നായിട്ട് 3 പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കുഴപ്പമില്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ കഴമ്പൊക്കെ ഉണ്ട്. ഇതിലൊന്നുമില്ല. രണ്ടാമത് പൊട്ടിച്ച ഇളനീരിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കഴമ്പ് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മൂന്നാമത് പൊട്ടിച്ചതിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ടല്ലോ, വളരെ കുറച്ച് അതും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഉണ്ടോ, ഇതിൽ കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, പുഡിങ്ങിലേക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് നമ്മുടെ ഇളനീർ വെള്ളം തന്നെ ചേർത്തിട്ടാണ് ഇത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലൊന്നത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചൈന ഗ്രാസ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ 4 പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് 10 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ 4 പാക്കറ്റ് ചൈന ഗ്രാസും ഇതുപോലൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സോക്ക് ചെയ്ത്, നമ്മളിപ്പോൾ ഇതിൽ തന്നെയാണ് ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ സോക്ക് ചെയ്യാനും വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ 4 പാക്കറ്റും അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനെപ്പോഴും 10 ഗ്രാം ചൈന ഗ്രാസ് ഒരു പാക്കറ്റ് പാലിലേക്ക് 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് ആ രീതിയിലാട്ടോ ഞാൻ എടുക്കാറ്. അപ്പോൾ ആ രീതിയിലെടുത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിലേക്ക് 2 കപ്പാണ് ഇളനീരിൻ്റെ വെള്ളം ഉണ്ടായിരുന്നത്, അത് 2 കപ്പ് ഒഴിച്ചു കൊടുത്തു. പിന്നെ 2 കപ്പ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടാട്ടോ സോക്ക് ചെയ്യാൻ വെക്കുന്നത്. ടോട്ടൽ 4 കപ്പാണ്. അപ്പോൾ ഇളനീർ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അതിൻ്റെ ഇടയിൽ ഞാൻ മറ്റേ നമ്മുടെ പുതിയ ചാനലായ റിമാമി ബേക്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു ട്രസ്ലൈച്ചസ്. അപ്പോൾ അതൊന്ന് കഴിക്കാമെന്നത് നിങ്ങൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ബാക്കി വന്ന കേക്കൊക്കെ വെച്ചപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ട്രസ്ലൈച്ചസ് ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതൊന്ന് അതിൻ്റെ ഇടയിലൊന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് 4 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. 2 ട്രേ പുഡിങ്ങിലേക്കാണ് കേട്ടോ ഈ 4 പാക്കറ്റ് പാൽ എടുത്തിട്ടുള്ളത്. ഞാൻ എടുക്കുന്ന പുഡിങ് ട്രേയിലേക്ക് ഒരു ട്രേയിലേക്ക് 2 പാക്കറ്റ് പാല് കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇഞ്ച് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് ഇഞ്ച് എത്രയാണെന്ന്. അപ്പോൾ വീതി 11 നീളം 14 ഇഞ്ച് അങ്ങനെയാണ്. 14 × 11 ഇഞ്ചാണ് കേട്ടോ ആ ട്രേയുടെ നീളവും വീതിയും വരുന്നത്. അങ്ങനെ 4 പാക്കറ്റ് പാലും ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പാൽ തിളപ്പിച്ചെടുക്കുന്ന ആ ഒരു സമയം തന്നെ നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മെൽറ്റാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അതേസമയം തന്നെ പാലും തിളപ്പിച്ചെടുക്കുക. അപ്പോൾ രണ്ടും ഒരേ ചൂടിലായിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ചൈന ഗ്രാസ് ഈ പാലിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഒരേ ചൂടിലല്ല എന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മധുരത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കണ്ടൻസ് മിൽക്കാണ്. ഞാൻ ഇതിലേക്കൊരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ തിളച്ച് വന്ന ശേഷമാണ് കേട്ടോ ഞാനിതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് അതൊന്ന് ചൂടായാലും മതി. നന്നായിട്ട് ചൂടാവണം കേട്ടോ. തിളച്ച് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മധുരം കുറവുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് പുഡിങ്ങിലേക്ക് നന്നായിട്ട് മധുരം വേണമല്ലോ, നന്നായിട്ട് തന്നെ മധുരം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തീ ഓൺ ആക്കിയിട്ടില്ല, തീ ഓഫ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. തിളപ്പിച്ചെടുക്കാതിരിക്കുകയാണ് ബെറ്റർ. ലാസ്റ്റായിട്ട് ഞാൻ ഇട്ട് കൊടുത്തതും പഞ്ചസാര തന്നെയാണ്. പഞ്ചസാര കുറവാന്ന് തോന്നിയപ്പോൾ വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ കഴമ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ചൂടോടെ ഇത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ അങ്ങ് നേരിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക.
ഇനി നമുക്കിത് പുഡിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടും ഇളനീരിൻ്റെ പുഡിംഗ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഒരു കളർ ചേഞ്ച് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടൈഗറിൻ്റെ മാംഗോ എസെൻസ് ഉണ്ടല്ലോ, മാംഗോ മിക്സ്, അത് കുറച്ച് ഡ്രോപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതാണ് മറ്റേ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു കളർ ചേഞ്ചും വന്നല്ലോ. അപ്പോൾ 2 പുഡിംഗ് അത് വിചാരിച്ചോളൂ. ഞാൻ 2 ട്രേയിലും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ എയർ ബബിൾസ് ഇങ്ങനെ മുകളിലുണ്ടെങ്കിൽ അതൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്നിങ്ങനെ പൊട്ടിച്ച് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇത് ട്രേ ഇങ്ങനെ ടാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇളനീറിൻ്റെ പൾപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇളനീറിൻ്റെ പീസസും അതും എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഇളനീറിൻ്റെ. നല്ല ടേസ്റ്റുമാണ് ഇളനീറിൻ്റെ പുഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ അതും എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് പുഡിംഗ് സെറ്റാൻ വേണ്ടിയിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ ഫോണ്ടൻ വർക്ക്സ് ചെയ്യാണ്. നാളേക്കല്ല, ഈ ഒരു ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസത്തേക്കല്ല, അതിൻ്റെ പിറ്റേ ദിവസത്തേക്കുള്ള ഫോണ്ടൻ വർക്ക്സ് ആണ്. അപ്പോൾ എത്രയും നേരത്തെ ഉണ്ടാക്കുന്ന അത്രയും നല്ലതല്ലേ ഫോണ്ടൻ്റ് ആകുമ്പോൾ, അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് 2 ദിവസം മുന്നേ തന്നെ ഉണ്ടാക്കി. അപ്പോൾ എന്തായാലും ഇന്ന് വേറെ പണികളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നാളെ വന്നാൽ ചിലപ്പോൾ ഒഴിവ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് യൂണിക്കോൺ തീമിലുള്ളൊരു കേക്കിന് വേണ്ടിയിട്ടുള്ള ഫോണ്ടൻ വർക്ക്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ പുതിയ ചാനലായ റിമാമി ബേക്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കൂ കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേക്കിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ ഇത് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ ഒരു 3:30 സമയമൊക്കെ ആയപ്പോൾ നമ്മുടെ ഈ ഒരു കൊപ്ര ഉണ്ടല്ലോ, കൊപ്ര ഒന്ന് പൂണ്ടെടുക്കണം. അപ്പോൾ നാളത്തേക്ക് മാറ്റി വെച്ചാൽ ചിലപ്പോൾ ഒന്നുകൂടെ ഹാർഡായി പോകും. അപ്പോൾ പൂണ്ടെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് പൂണ്ടെടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒരു 3:30 സമയത്ത് കഴിയുന്നതും പൂണ്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ. ഒന്നിലേക്ക് ഇറങ്ങിയ പിന്നെ അത് കംപ്ലീറ്റ് ആവാതെ എനിക്ക് പിന്നെ പോകാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ മുഴുവൻ കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ച്. ഇക്കയില്ലാത്ത, അല്ലെങ്കിൽ ഇക്ക സഹായിക്കായിരുന്നു. ഇക്കയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇക്കാനെ കാത്ത് നിന്നാൽ പിറ്റേ ദിവസത്തേക്ക് ആവില്ല. അപ്പോഴേക്കിത് എടുത്താൽ ചിരട്ടേന്ന് പോരില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് പൂണ്ടെടുത്തിട്ട് വേണം, ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം തറവാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഞാൻ എടുത്ത് പൂളുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ തന്നെ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ പൂളുക എന്നാണ് പറയുക. പിന്നെ ഇവിടെ ഇക്കാൻ്റെ വീട്ടിൽ ചൂല എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളവിടെയൊക്കെ എന്താ പറയുക എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ഞാനിത് 3/4 ഭാഗം ആയപ്പോഴേക്ക് അവിടുത്തെ ഇക്കാൻ്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പയും കൂടി കേട്ടോ, ബാക്കി കഴിയുന്നവരെ ഉപ്പയും പൂണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തറവാട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബോറടിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ എടുത്ത് അടുത്തൊരു ദിവസം കാണാം. താങ്ക്